പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം അന്ന എന്ന വചന സന്ദേശത്തിലേക്ക് ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി ദൈവവചനം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വചനഭാഗത്ത് അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും, ഒരാളെ പോലും മാറ്റി നിർത്തുന്നില്ല, ഈ വചനം കേൾക്കുന്ന എല്ലാവരോടുമാണ് കർത്താവ് ഇത് പറയുന്നത്. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അതിശക്തമായ ഒരു ദൈവപ്രവൃത്തിയാണ് അവിടുന്ന് നമ്മുടെ മേൽ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് ലഭിച്ചത്. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചത് കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിനോട് ചേർന്നിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശുവാണ് പിതാവിനെ വെളിപ്പെടുത്തിയത്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ ഒന്നാകണമെന്ന് യേശു ആഗ്രഹിക്കുകയാണെന്നേ. യേശുവിന് നമ്മളെക്കുറിച്ചുള്ള വലിയൊരു ആഗ്രഹമാണ്. നിങ്ങൾ എന്നിൽ ഒന്നായി എൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ച് നിങ്ങൾ എൻ്റെ വചനം വിശ്വസിച്ച് ഞാൻ സാക്ഷാത് ദൈവമാണെന്ന് നിങ്ങൾ അറിയണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കള്ളൻ വരുന്നത് കൊല്ലുവാനും മോഷ്ടിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനുമാണെങ്കിൽ ഞാനോ നിങ്ങൾക്ക് ജീവൻ നൽകുവാനാണ് വന്നത്. യേശു പറഞ്ഞ ദൈവിക സന്ദേശമാണിത്. അവൻ കൃപയ്ക്ക് മേൽ കൃപ നമ്മുടെ മേലേക്ക് പകർന്നു തന്നു. യേശു കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാണ് വന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകില്ല. ഏറ്റവും വലിയ പാപം എന്താണ് എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ഇരിക്കുക എന്നതാണ് ഏറ്റവും വലിയ പാപം. യേശുവിൽ വിശ്വസിക്കായിക മൂലം നശിച്ചുപോയി എന്നാ പറയുന്നത്. വിശ്വസിക്കാത്തവരെല്ലാവരും നശിച്ചു പോകും. യേശുവിനെ രക്ഷിതാവും നാഥനുമായി ഏറ്റെടുക്കുവാൻ കഴിയുമോ? റോമാലേഖനത്തിൽ പറഞ്ഞു 10-ാം അധ്യായത്തിൽ യേശുവിനെ കർത്താവാണെന്ന് അതരത്തിൽ ഏറ്റുപറയണം. യേശു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു ഉയർത്തു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതരത്തിൽ ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞാൽ രക്ഷിക്കപ്പെടുവാൻ ഇടവരും. കാരണം നമുക്ക് രക്ഷകനായി ലോകത്തിലേക്ക് വന്നു യേശു. മാനവകുലത്തിന്റെ പാപങ്ങളെ വഹിച്ച് കാൽവരി ക്രൂശിൽ കയറി. അവൻ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ പുറജാതിയെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ ഒരു വ്യത്യാസവും വരുത്തിയില്ല. തന്നിൽ വിശ്വസിക്കുന്ന പേര് നോക്കിയില്ല, മതം നോക്കിയില്ല, ലിംഗം നോക്കിയില്ല, വർഗ വർണ്ണ ഒന്നും നോക്കിയില്ല. കർത്താവ് ആര് വിശ്വസിക്കുന്നുവോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. അവൻ ചെറിയവനാണോ എന്ന് നോക്കിയില്ല, അവൻ വലിയവനാണോ എന്ന് നോക്കിയില്ല, അവൻ മഹാരാജാവാണോ എന്ന് നോക്കിയില്ല, അവൻ ഭിക്ഷ യാചിക്കുന്നവനൊന്നോ നോക്കിയില്ല. ആര് വിശ്വസിച്ചോ അവന്റെ മേൽ കൃപയ്ക്ക് മേൽ കൃപ പകരുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ആരെയും ചെറുതാക്കി കാണിക്കാൻ കഴിയില്ല. ഏത് ചെറിയവന്റെ അകത്തും യേശു വസിക്കുന്നുണ്ട്. ഏത് വലിയവന്റെ അകത്തും യേശു വസിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യന്റെയും അകത്ത് യേശു വസിക്കുന്നുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവനാണ് അത് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ എന്നിൽ യേശു ഉണ്ടെന്ന്. വിശ്വസിക്കാത്തവൻ വിശ്വസിക്കായിക മൂലം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.
വിശ്വസിക്കുന്നവരുടെ കൂടെ ദൈവപ്രവൃത്തി ഉണ്ട്. അവർ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും. 1 ഭൂതം വിട്ടുപോകും, 2 രോഗം വിട്ടുപോകും, 3 ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും, പ്രശ്നങ്ങൾ മാറിപ്പോകും, വലിയ സമാധാനവും സന്തോഷവും കടന്നു വരും. നിന്റെ പ്രശ്നത്തിന് പരിഹാരം നീ യേശുവിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഉണ്ടാകാത്തത്. യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. ഇന്നു മുതൽ വിശ്വസിക്കാമോ? നിന്റെ സകല പ്രശ്നങ്ങളും നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സ്ഥാപനത്തിൽ, നിന്റെ പ്രവൃത്തിയിൽ ഇവിടെ കർത്താവ് ഇടപെടും. കർത്താവേ, നിന്റെ മഹത്വം ഞങ്ങളുടെ എല്ലാവരുടെ മേലും അവിടുന്ന് പകരണം. നിന്നെ വിശ്വസിക്കാനുള്ള കൃപയും പകരണം. അവന്റെ കൃപയുടെ മേൽ കൃപ ഞങ്ങളുടെ മേലേക്ക് ചൊരിഞ്ഞ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.